ഹലോ. അപ്പോഴേ ഇന്ന് ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ? ഒരു സമയത്ത് ഞാൻ അന്ധമായിട്ട് എല്ലാവരെയും വിശ്വസിച്ചിരുന്നു കേട്ടോ. പറയുമ്പോൾ ആർക്കതൊരു ഇത് വരില്ല. ഒരു സമയത്ത് ഞാൻ അന്ധമായിട്ട് ഈ അടുത്ത കാലം വരെ എല്ലാവരെയും ഞാൻ വിശ്വസിച്ചിരുന്നു. ഒരു അടുത്ത എന്ന് പറഞ്ഞൊരു 4-6 കൊല്ലത്തിന് മുമ്പ് വരെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി അങ്ങനെ ഇടപഴകുന്ന വ്യക്തികൾ അതൊരു നെഗറ്റീവാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം അവരുടെ ഇടപെടലുകളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ വിവാഹ ജീവിതങ്ങൾ എൻ്റേതും കുടുംബത്തിലുള്ളതുമായിട്ടുള്ള വിവാഹ ജീവിതങ്ങളിലൂടെ ആ വിശ്വാസങ്ങളെല്ലാം മാറ്റിമറിച്ചു. ഒക്കെ തെറ്റായിരുന്നു, എൻ്റെ തോന്നലുകൾ തെറ്റായിരുന്നു എന്ന് എന്നെ പഠിപ്പിച്ചു. കാലം തന്ന മുറിവുകൾ, അനുഭവം തന്ന പാഠം എല്ലാം കൊണ്ടും ഞാൻ ഇങ്ങനെയൊക്കെ ആയി. എൻ്റെ മനസ്സും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഒന്ന് മാറി മറിഞ്ഞത് പല വിവാഹങ്ങളിലൂടെ. എൻ്റെ വിവാഹം എന്നല്ല, എൻ്റെയും എൻ്റെ കുടുംബത്തിലുള്ള മറ്റു പലരുടെയും വിവാഹങ്ങൾ വഴിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് കേട്ടോ. മുമ്പ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതെ, വേറൊരു ഫോണിൽ നമ്മൾ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ നോക്കുമല്ലോ, അങ്ങനെ നോക്കിയതാട്ടോ. അത്യാവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ ഉടനെ റിപ്ലൈ കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങോട്ടൊരു ശ്രദ്ധ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞതേ, നമുക്ക് തരുന്ന ജീവിതാനുഭവങ്ങളും അനുഭവങ്ങളുടെ പാഠങ്ങളും എല്ലാം കൊണ്ടും പലരുടെയും കപടത മനസ്സിലാക്കാനും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ അങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കേണ്ടതില്ല, അങ്ങനെ ഒരു ഇത് വേണ്ട എന്നങ്ങ് തീരുമാനമെടുത്തു. മനസ്സിലായില്ലേ? ഒരുപാട് പേരുടെ കാപ്പട്യ മുഖങ്ങൾ, സ്വഭാവങ്ങൾ ഒക്കെ തിരിച്ചറിയാനുള്ളൊരു കാലയളവായിരുന്നു എൻ്റെ ഒരു 10-30 വർഷമായിട്ടുള്ള സമയം. ഇത്രയും സമയമെടുത്തു ഞാൻ മനസ്സിലാക്കാൻ. മറ്റുള്ളവർക്കിത് വരാതിരിക്കട്ടെ, 1-2 അനുഭവങ്ങളുണ്ടെങ്കിലും പാഠം പഠിച്ച് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അല്ലെങ്കിൽ നാളെ നമ്മൾ തന്നെ ദുഃഖിക്കേണ്ടി വരും. നമുക്കും നമ്മളെ കാണും, ഇവരാരും കാണത്തില്ല.